നാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ റൈഡിൻ്റെ വീഡിയോ ചെയ്തിട്ട്, കാരണം ഇപ്പോൾ സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നിങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പോകണത് എങ്ങോട്ട് വെച്ചാൽ ഒരു കലാകാരൻ്റെ വീട്ടിൽ, അതായത് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു ഷിജിൻ കുമാർ എന്നാട്ടോ അവൻ്റെ പേര്. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്ററോളം ഉണ്ടാവും അവൻ്റെ വീട്ടിലേക്ക്. അടിപൊളിയായിട്ട് ചിത്രങ്ങൾ വരക്കും, ഫിലിം ആക്ടേഴ്സിൻ്റെതും അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ഒക്കെ വരക്കും. ഈ അടുത്ത് തന്നെ ഇപ്പോൾ നിവിൻ പോളിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് നിവിൻ പോളി ഇൻസ്റ്റാഗ്രാമിൽ ആ പിക്കിനൊരു ലൈക്കും കമൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൻ വരച്ച കുറേ ഫോട്ടോസ് അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, കാരണം നമ്മൾ പോണ വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ടാവും, കുറേ പേരെ കണ്ടുമുട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എന്തായാലും പതുക്കെ അങ്ങനെ പോവാം നമുക്ക്. എവിടേക്ക് വെറുതെ ഇറങ്ങിയ ഞാൻ ടോണേ, എൻ്റെ നമ്മളെ സബ്സ്ക്രൈബർ ആട്ടോ. എന്താ സാധനം ആകുമ്പോ പോകെ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ട്. റെഡിയൊക്കെ പോവണ്ടി എന്ത് ശരി, സ്ഥലം എടുക്കുകയാണോ? അപ്പോൾ എൻ്റെ ഷിജിൻ കുമാറിൻ്റെ വീട്ടിലേക്ക് ഇതാ ഈ മെയിൻ റോഡിൽ നിന്ന് ഇതിലൊരു റോഡുണ്ട് കേട്ടോ, ലെഫ്റ്റിക്ക്. ഈ റോഡ് വഴിയാണ് പോകേണ്ടത്. എലക്ഷൻ്റെ പരിപാടി, കാരണം ഇവിടെ അടുത്തൊരു പോളിംഗ് ബൂത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് ഇവിടെ അരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഏരിയയിലേ അധികം കാണുന്നൊരു സംഭവമാട്ടത് റബ്ബർ കണ്ടില്ലേ. ഇവിടെ അതാ ഒരു സ്കൂളുണ്ട്, ഒരു LP സ്കൂള്. അപ്പൊ ഷിജിൻ കുമാറിന്റെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഏകദേശം എത്താനായിട്ടുണ്ട്. ഇവിടുത്തെ മെമ്പറാട്ടത്, ഈ നാട്ടിലത്തെ മെമ്പറാണ്. നമ്മളെ കോളേജിൽ എൻ്റെ സീനിയറായി പഠിച്ച ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ ജയിച്ച ആളാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷിജിൻ കുമാർ. അങ്ങനെ ഞങ്ങൾ പോകാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മുകളിലായിട്ട് അവൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇതിൽ ഫുള്ള് ഓൻ വരച്ച ചിത്രങ്ങളാണുള്ളത്. പിന്നെ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം. അതിൽ ആരൊക്കെ ഉള്ളത്, ആരൊക്കെ വരച്ചു? നിവിൻപോളി, പൃഥ്വിരാജ്, കുറേ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതാ ഈ റബ്ബറിൻ്റെ അടുത്തൂടെ അങ്ങനെ പോകണം നമ്മൾ. കുറേ പോകണോ അവിടെ അല്ലേ? അപ്പോൾ ഇവിടെ അതാ ഒരു കോറി ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എവിടെ ഇരുന്നിട്ട് അവൻ വരച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഷിജിൻ, അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്ന് എന്താ പറയാനുള്ളത്? എന്താ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷിജിൻ കുമാർ. എവിടെ പഠിക്കണത്? ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞാണ്. വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്നു. +2. ഓക്കെ. 6 മുതൽ 10 വരെ എളങ്കൂർ സ്കൂളിലായിരുന്നു. ഓക്കെ. പിന്നെ UP LP ഒക്കെ ഇവിടെ പാലക്കോട് സ്കൂൾ. എന്നാ തുടങ്ങിയ ചിത്രം വര കാര്യങ്ങളൊക്കെ? കുറേ കൊല്ലായി. ഞാൻ ചെറുപ്പത്തിലേ വരച്ചിരുന്നു.
ഓക്കെ ഓക്കെ. ഇപ്പൊ സ്കൂൾ തലങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ചിത്രം സ്റ്റേറ്റില് 3 വട്ടം പോയിട്ടുണ്ട്. സ്റ്റേറ്റിൽ 3 വട്ടം പോയിട്ടുണ്ട് അല്ലേ? അത് ശരി. ഇതൊക്കെയാണ് നമ്മളെ ഷിജിന് വരച്ച ചിത്രങ്ങൾ കൊണ്ട. അപ്പോൾ ജിജിന, ഇത് ശരിക്കും എന്ത് ടൈപ്പ് ചിത്രമാണ്? അതായത് കുറെ ടൈപ്പ് വരകളുണ്ടല്ലോ. ഇത് സ്റ്റെൻസിൽ അറിയാം. സ്റ്റെൻസിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ബ്ലാക്ക് പെന്ന് വെച്ച് മാത്രം ചെയ്യണതാ. ബ്ലാക്ക് പെന്ന് വെച്ചിട്ട്, ജെൽ പെന്ന് വെച്ചിട്ട് ചെയ്യണല്ലേ? ഓക്കെ. ഇതല്ലാതെ വേറെ ടൈപ്പ് ചിത്രങ്ങളും പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ട്. പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇതാണ് ഷിജിൻ കുമാർ ആദ്യമായിട്ട് സ്റ്റെൻസിൽ ചെയ്തത് അല്ലേ? ഈ ഒരു സംഭവമാണല്ലേ ആദ്യമായിട്ട് ചെയ്തത്. ഇത് ചെയ്തിട്ട് എങ്ങനെയാണ് എല്ലാവരും അഭിപ്രായം എന്താ എല്ലാവരും പറഞ്ഞത്? എന്നെ ചെയ്തപ്പോ ഒരു രസം തോന്നിയത്, കോൺഫിഡൻസ് വന്നു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, നിവിൻ പോളി ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും കമൻറ്റൊക്കെ അടിച്ചിരുന്നു ഇവനെ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോക്ക്. അതൊന്ന് ഈ ഫോട്ടോ ഉണ്ടോ, നിവിൻ പോളിൻ്റെ മുത്തോൻ എന്ന ഫിലിമിലത്തെ ഈ ഫോട്ടോ. അതേപോലെ തന്നെ നിവിൻ പോളി ലൈക്കും കമൻറ്റും കൊടുത്ത മറ്റൊരു ഫോട്ടോ ആണിത്. ലവ് ആക്ഷൻ ഡ്രാമ അല്ലേ? ദുൽഖർ സൽമാന്റെ 18 വർഷത്തെ ഇതാണ്. മൊത്തം ഉണ്ട് കുറെ പടത്തെ, എല്ലാ പടത്തെ ഇമേജും അല്ലേ? ഓക്കെ ഓക്കെ. 18 വർഷത്തെ ഫിലിംസ് ആണോ? അപ്പോൾ ദുൽഖർ സൽമാൻ്റെ 18 വർഷമായിട്ടുള്ള ഫിലിമിലത്തെ എല്ലാ ഫോട്ടോസും അല്ലേ?
അപ്പോൾ അടുത്തത് ആ പെൻസിൽ ഡ്രോയിങ് ആണ്. ഈ ഫോട്ടോ നമ്മളിവിടെ അടുത്തൊരു അമ്പലത്തിൽ ഒരു ഉത്സവമുണ്ട്, ചാത്തങ്ങോട്ടുപുരം താൽപ്പള്ളി എന്നാ അവിടെ പറയാം. അപ്പോൾ അന്ന് നമ്മളെ ഷിജിൻ കുമാർ എടുത്ത ഒരു ഫോട്ടോ ആണിത്. ആ ഫോട്ടോ നോക്കി വരച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഷിജിൻ കുമാർ വരച്ച ചിത്രങ്ങൾ. ഇനിയും കുറേ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഇവൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. അതിൽ ഒരുപാട് ഫോട്ടോസ് ഇതല്ലാത്ത കുറേ അല്ലേ, കുറേ ഇതല്ലാത്തതും ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയും ഷിജിൻ കുമാറിന് ഇതുപോലത്തെ ഒരുപാട് ചിത്രങ്ങൾ വരക്കാൻ കഴിയട്ടെ, ഇനിയും ഒരുപാട് ഉയരാൻ കഴിയട്ടെ നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.